നിനക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ. ഈ തൊലിക്കാൻ വെറുതെ ഷിയാസെ നീ നാറുവേ. നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്റെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നത്, ഭാര്യ പറയുന്നതും ഇതൊരു വ്യാജ പരാതി എന്ന് തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഷിയാസ് കരീമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് ആദ്യം തന്നെ അനുമോളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്തൊക്കെ അനുമോളെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഈ ഷിയാസ് കരീമിനെ പോലുള്ള ആളുകൾ കൂടെ നടന്ന് നെഗറ്റീവ് ആവാതിരിക്കുക. കാരണം ഇപ്പം ഉള്ളൊരു ആ ഒരു ഇമേജ് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക. കാരണം ഷിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാസ് കരീമൊക്കെ കട്ട നെഗറ്റീവാണ്. കട്ട നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം കണ്ടില്ലേ, 60-70 വയസ്സുള്ള ഉമ്മാൻ്റെ എന്ന് വെച്ചാൽ ഉമ്മുമ്മയായിട്ട് വരും. അങ്ങനെയുള്ള ആളുകളോടൊക്കെ ചെയ്യുന്ന പരിപാടി കണ്ടില്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകൾ കൂടെ നടന്ന് ഇപ്പം ബീഫിൻ്റെ വിഷയം കണ്ടില്ലേ, വെറുതെ അവൻ അവിടെ ഒരു സീൻ ഉണ്ടാക്കിയതാണോ? വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മതങ്ങൾ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം ചെയ്തുണ്ടാക്കിയൊരു സംഭവം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം അവൻ്റെ കൂടെ നടന്ന് നെഗറ്റീവ് ആവാതിരിക്കുക. കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ അനുവിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ബിഗ് ബോസിനകത്തൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഷിയാസ് കരീമിനെ പോലെയുള്ള ആളുകൾ കൂടെ നടന്നിട്ട് നെഗറ്റീവ് ആവാതിരിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഷിയാസ് കരീമിൻ്റെ വൈഫ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാക്ക് കട്ട സപ്പോർട്ടുമായിട്ടാണ് ഷിയാസ് കരീമിൻ്റെ ഭാര്യ രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമിനെതിരെ ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഭാര്യ ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറി ഇട്ട് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ തീർക്കുമായിരുന്നു. ഇക്കാക്ക് ഫുള്ള് സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇക്ക എത്ര വേണമെങ്കിലും പ്ലക്കിക്കോ, 60, 70, 80 വയസ്സൊന്നും ഒരു പ്രശ്നമല്ല, കട്ടയ്ക്ക് കൂടെ ഞാൻ ഉണ്ടാകും. അതുപോലെ എനിക്ക് പൈസയാണ് മുഖ്യം ബിഗിലെന്നുള്ള രീതിയൊക്കെയാണ് ഞാനിവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. എൻ്റെ ഇക്കാനെ എനിക്കറിയാം, അമ്മൂമ്മമാർ പലതും പറയും, അത് ഞങ്ങൾ വകവയ്ക്കാറില്ല. ഇവിടെ ഷിയാസ് കരീമിൻ്റെ ഈ ഓഡിയോ ക്ലിപ്പിനൊക്കെ ശേഷം ഷിയാസ് കരീം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഷിയാസ് കരീം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിയാമെന്നൊക്കെ ഷിയാസ് കരീം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഷിയാസ് കരീമിനെ അവരെ അറിയാം, അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവരെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്നെല്ലാം ഷിയാസ് കരീം അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് ഷിയാസ് കരീമിൻ്റെ കള്ളത്തരം പൊളിയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വിട്ട ആഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും ഷിയാസ് കരീം പറയുന്ന വെച്ചിട്ടുണ്ടാക്കി. എന്ത് വിഡിത്തമാണ് ഷിയാസ് നീ പറയുന്നത്? അവരെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ട് അവരിങ്ങനെ ഒരു ഓഡിയോ സന്ദേശം ഇറക്കി, അതും മീഡിയക്കാർക്ക് കൊടുക്കുമോ, മാധ്യമങ്ങൾക്ക് കൊടുക്കുമോ? ഒരിക്കലുമില്ല. അത് സ്ക്രീൻഷോട്ട് ചാറ്റോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ അവരെ ഓഡിയോ മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീഡനത്തിനല്ല ഇതിന് പരാതി കൊടുത്തേക്കുന്നത് ഷിയാസ് കരീമിനെതിരെ. ഷിയാസ് കരീം ഇവരോട് പ്രണയം നടിച്ച്, സ്നേഹം നടിച്ച് ചൂഷണം ചെയ്യുമായിരുന്നു. പൈസ മേടിച്ച് ഇസ്കി ചൂഷണം ചെയ്യുമായിരുന്നു. അതാണ് ഇവിടുത്തെ സംഭവം. അല്ലാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പരാതി കൊടുത്തിട്ടില്ല. ഷിയാസ് കരീം തന്ത്രപൂർവ്വം ഇവൻ നൈസായിട്ട് അവരങ്ങോട്ട് തേച്ചങ്ങോട്ട് വിട്ടു. നല്ലൊരു എമൗണ്ട് മേടിച്ച് നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോയി ജിമ്മും ഓപ്പൺ ചെയ്തു. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കാരണം ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഇവൻ എങ്ങനെ ഇത്രയും ഫിനാൻഷ്യലായിട്ട് ഒരു ജിം ഓപ്പൺ ചെയ്തു? അതുമാത്രമല്ല, ഇവൻ്റെ കല്യാണം കണ്ടില്ല, ഭയങ്കര ആർഭാടമായിട്ടൊരു കല്യാണമൊക്കെ. അപ്പം ഇവനിക്ക് ഫിനാൻസ് വന്നതിൻ്റെ അത് എവിടുന്നാണെന്നൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന കേസാണ്. മാത്രമല്ല, ഇവൻ ഇതിനകത്ത് ചെയ്തേക്കുന്ന ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഇൻകം ടാക്സ് വെട്ടിച്ച് പൈസ കയ്യിൽ തന്നാൽ മതി എന്നൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ആണെന്നാണ് ഇവൻ തട്ടിവിടുന്നത്. ഏതെങ്കിലും യുവതി തൻ്റെ വോയിസ് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക്, മീഡിയക്കാർക്ക് ആഘോഷിക്കാൻ, ജനങ്ങൾക്ക് ആഘോഷിക്കാൻ ഇട്ട് കൊടുക്കുമോ? ആണെന്ന് ഇവൻ പറയുന്നുണ്ട്. ഒരിക്കലുമല്ല. ഇതിനകത്ത് യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് അവർ ആ വോയിസ് തെളിവ് സഹിതം കൊടുത്തേക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നാണവമാനം ഉളുപ്പുണ്ടെങ്കിൽ ആ പൈസ എങ്കിലും തിരിച്ചു കൊടുക്കുമോ? അതാണ് വേണ്ടുന്നത്. പിന്നെ ഞാനിനി ഇവിടെ 1-2 പോസ്റ്റുകളൊക്കെ വയ്ക്കാം. അതിന് മുമ്പ് ഞാൻ ആ ഒരു വാർത്ത, ഷിയാസ് കരീമിൻ്റെ വൈഫ് ഷിയാസ് കരീമിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇക്കാൻ്റെ എല്ലാ പ്ലക്കലിനും എല്ലാ തെണ്ടിത്തരങ്ങൾക്കും കട്ട സപ്പോർട്ടായിട്ട് ഭാര്യ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ആ വാർത്ത ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, ഈ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണല്ലോ ഈ ഭാര്യ ദർഫ നടത്തുന്നത് ആ സ്ത്രീക്കെതിരെ. അതായത്
പ്രായമേറിയ സ്ത്രീക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ഉന്നയിക്കുന്നു. എന്താണ് ഈ ഷിയാസിന്റെ ഭാര്യയായിട്ട് ദർഫ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഭർത്താവിനെ ഏത് തരത്തിലാണ് അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഷിയാസ് കരീം ആദ്യം മുതൽ പറയുന്നത് ഈ സ്ത്രീ, പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ തന്നിൽ നിന്നാണ് പണം വാങ്ങിയതെന്നാണ്. അത് തന്റെ ഭാര്യയുടെയും അമ്മയുടെയും സഹോദരിയുടെയും പക്കൽ നിന്നും സ്വർണമായും പണമായും ഒക്കെ അവർ നിരവധി തവണ സഹായം ചോദിച്ചിട്ടുണ്ട്. ഇത് താൻ അറിഞ്ഞിരുന്നില്ല. ഇവരെല്ലാം പൈസയും സ്വർണവും എല്ലാം കൊടുത്തു. പിന്നീട് ഇത് തിരിച്ചു കിട്ടാതായതോടുകൂടിയാണ് തന്നോട് കുടുംബം ഇക്കാര്യം പറയുകയും താൻ ഈ സ്ത്രീയോട് ഇക്കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിന്റെ പ്രതികാരമായിട്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി നൽകിയത്. എല്ലാ സത്യാവസ്ഥയും തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരിക്കും അറിയാം. മറ്റ് കോടതിയെയും അല്ലെങ്കിൽ പോലീസിനെയും ഒക്കെ തനിക്ക് വിശ്വാസമുണ്ട്. അവരോട് തനിക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന് ഷിയാസ് കരീം പറയുന്നുണ്ട്. എന്നാലും ഷിയാസിന് പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഭാര്യ പറയുന്നതും ഇതൊരു വ്യാജ പരാതി എന്ന് തന്നെയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ എഡിറ്റ് ചെയ്ത ഇന്നലെ പുറത്തു വന്ന ഓഡിയോയിൽ പലതും എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് ഭാര്യയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഭാര്യയിൽ നിന്നുമൊക്കെ സ്വർണം ഈ സ്ത്രീ വാങ്ങിയെന്നാണ് ഷിയാസ് കരീം പറയുന്നത്. എന്തായാലും പോലീസിന് മുന്നിൽ എന്തായാലും കുടുംബം കട്ടയ്ക്ക് ഈ തെണ്ടിത്തരത്തിന് സപ്പോർട്ടായിട്ട് കുടുംബം ഉണ്ടെന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് എനിക്ക് ഒരു ലോഡ് പുച്ഛം തോന്നുന്നത്. എന്തുവാടെ ഇതൊക്കെ? പിന്നെ ഇവൻ പറയുന്നുണ്ടല്ലോ അതൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റിയാണ്. പിന്നെ ഈ 60ാമത്തെ വയസ്സിൽ അവർക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് എന്ത് കിട്ടാനാടേ അവർക്ക്? ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് അല്ലേ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇവൻ പറയുന്ന വീഡിയോയ്ക്കകത്ത് അവർക്ക് 60 വയസ്സുള്ളൊരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. ഒരു 60 വയസ്സുള്ളൊരു ഒരു കിളവിയാണെന്ന് പറയുന്നുണ്ട്. ഈ 60 വയസ്സായ കിളവിയോട് ഇവൻ ഉമ്മാടെ പ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉമ്മാടെ പ്രായമല്ല, ഉമ്മാടെ പ്രായമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉമ്മുമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇവൻ കാണിച്ച് തെണ്ടിത്തരം ഇവൻ അയച്ചിരിക്കുന്ന ആ വോയിസിനകത്ത് ഇവൻ എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത്? ആ സംസാരിച്ചിരിക്കുന്ന രീതിയെല്ലാം നമ്മൾ കണ്ടതല്ലേ? വളരെ മോശമായിട്ടാണ് ഇവൻ സംസാരിച്ചിരിക്കുന്നത്. എടി എന്നും നീ എന്നൊക്കെ വിളിച്ചുകൊണ്ടല്ലേ. അപ്പം ഇവൻ്റെ കയ്യിലിരിപ്പ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് അഖിൽമാരാർ ഇവനെക്കുറിച്ച്, ഷിയാസ് കരീമിനെ കുറിച്ച് എനിക്ക് ഇവനോട് ഇതല്ല, ഞാൻ അതിലോട്ട് വരാം. എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഷ്യം വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇവൻ ഇറങ്ങിയിട്ട് ഇവൻ ഓരോന്നിനും റീച്ചിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന ഓരോ സംഭവങ്ങളുണ്ട്. അത് ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ തെറിവിളി കേൾക്കുന്ന രീതിയിലുള്ള ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഇവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് ഇവൻ കാണിച്ചു കൂട്ടിയ ബീഫും അനുമോളുമായിട്ടുള്ള ബീഫിൻ്റെ ഇഷ്യൂ, ആ ഒരു പ്രശ്നം അത് മനഃപൂർവ്വം ഇട്ട് കൊടുത്തിയാണ് മീഡിയയ്ക്ക് വേണ്ടിയിട്ട്. ഒന്ന് മീഡിയക്കാർ അവൻ്റെ വിഷയം എടുത്ത് അവൻ്റെ ടോപ്പിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവനെ കാരണം ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം ചീത്തവിളി കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടുത്തെ നമ്മളെ കേരളത്തിലേക്ക് അവസ്ഥ അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ഇവൻ ഈ പരിപാടി ചെയ്തത്. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള വർഗീയത മാത്രം കൊണ്ട് കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇവൻ മനഃപൂർവ്വം ഇട്ട് കൊടുത്തൊരു സംഭവമില്ലേ, മുസ്ലിങ്ങളെ ചീത്ത വിളിപ്പിക്കാനെ കൊണ്ട്. അങ്ങനെ കുറച്ച് പോസ്റ്റുകളുണ്ട്, ഞാൻ വായിക്കാം. ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ ഈ പറഞ്ഞിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അത് ഈ ഒരുത്തൻ കാരണമാണ്, ഷിയാസ് കരീം കാരണമാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഖിൽമാരാർ ഇവനെ പറ്റിയിട്ട്, ഷിയാസ് കരീമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിന് മുമ്പ് അഖിൽമാരാറും ഷിയാസ് കരീമും തമ്മിലുള്ളൊരു ഇഷ്യൂവിനകത്ത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂവിൽ ആ സമയത്ത് അഖിൽമാരാർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഓഡിയോയും കൂടെ നിങ്ങൾ കേട്ടു നോക്കേ. കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല ഏട്ടാ ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ. നീ നാറുവേ, നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി. നീ അകത്താണേ. നിന്റെ ചെവുക്കല്ല അടിച്ച് പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെരുമ്പാവൂരുകാരുണ്ടെന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക. അതാദ്യം നീ ആലോചിക്കുക. നിന്റെ ചുറ്റുവട്ടത്തുള്ളവന്മാരുണ്ട് നിന്റെ അടിച്ചിൻ്റെ ചെവുക്കല്ല് പറിക്കാൻ. എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതിന് ഓക്കെ, കേട്ടല്ലോ. അഖിൽമാരാർ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവൻ പെരുമ്പാവൂർ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് അവിടെയുള്ള ലോകത്തുള്ള ആ പരിസരത്തുള്ള പെണ്ണുങ്ങളെല്ലാം ഇവൻ കയ്യിലെടുത്ത് വെച്ചേക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ
അടികൊണ്ട് ഊപ്പാട് വന്നു പോകുന്നതാണ് അന്ന് അഖിൽ മാരാർ പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ സത്യമായിട്ട് വന്നില്ലേ. പിന്നെ അഖിൽ മാരാർ അത്ര വലിയ പുള്ളിയൊന്നുമല്ല. ലോക തോൽവി, ലോക ദുരന്തം. ഇപ്പം റീസെൻ്റായിട്ട് അഖിലിൻ്റെ ഒരു വിഷയം നമ്മൾ കണ്ടാണല്ലോ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് പോസ്റ്റുകൾ ഞാനിവിടെ വായിക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോ. ഇവനെ കാരണം വർഗീയത ഉണ്ടാകുന്ന എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കോണേ. അപ്പം രാമസിംഹൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഇട്ടേക്കുന്ന ഐ ഡിയിൽ നിന്ന് ഒറിജിനലാണോ ഫേക്കായിരിക്കും. മൂപ്പരെല്ലാം ശരിയാക്കി കൊടുക്കും, കിതാബിലെ ശ്വാസനകൾ അനുസരിച്ച് മാത്രം, ഇൻഷാ അല്ലാ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് നോക്കിക്കോണം. വർഗീയത ഇവനെ കാരണം എന്തോരം മുസ്ലിങ്ങളാണ് തെരുവിൽ കേൾക്കേണ്ട അവസ്ഥ വന്നേക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കണം. ഇനി അടുത്തൊരാൾ ഇട്ടേക്കുന്നത്, അപ്പോൾ അതാണ് കാരണം. ഞാൻ ഇതുവരെ 365 തവണ ഖുർആൻ വായിച്ചിട്ടുണ്ട്. ഒരു ഭക്തൻ്റെ ജീവിതയാത്ര കണ്ടില്ലേ, കളിയാക്കിക്കൊണ്ടിരുന്ന ഇടക്കം കണ്ടില്ലേ. എന്ത് പറയാനാ, ഈ വിവരദോഷി കാരണമല്ലേ ഇതൊക്കെ നമുക്ക് കാണേണ്ട ഒരവസ്ഥ വന്നത്. ഇനി ഞാനിവിടെ ലക്ഷ്മിപ്രിയ ഉണ്ടല്ലോ, ലക്ഷ്മിപ്രിയ ഷിയാസ് കരീമിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിപ്രിയ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. ലക്ഷ്മിപ്രിയ ഇട്ടേക്കുന്ന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷിയാസ് കരീമിൻ്റെ കിതാബ് പഠിച്ചിട്ടില്ല. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യവും പഠിക്കുന്നത് നല്ലതായതിനാൽ ആ കിതാബ് ഞാൻ പഠിക്കാത്തതിൽ എനിക്ക് നിരാശയുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ ഖുർആൻ എന്തു പറയുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ശ്രീ ആരിഫ് ഹുസൈൻ ജിയെപ്പോലെ എനിക്കും സമർത്ഥിക്കാമായിരുന്നു. അറിവും നിസ്സാരമല്ല. ഇത് മലയാളത്തിൽ അല്ലാത്തതിനാൽ ഇനി പഠിക്കാനും നിവൃത്തിയില്ല. മലയാളം പരിഭാഷ താല്പര്യമില്ല. കാരണം വ്യാഖ്യാതാവിൻ്റെ മതം അഥവാ അഭിപ്രായം അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. ഇവനെ കാരണമല്ലേ ഈ വർഗീയതയൊക്കെ ഉണ്ടായിരിക്കുന്നത്. മുസ്ലിങ്ങളെന്നും ഹിന്ദുക്കളെന്നും ക്രിസ്ത്യൻസ് എന്നും ഇങ്ങനെ ഒരു വർഗീയത ഇപ്പം ഇവിടെ സംഭവിച്ചേക്കുന്നത് ഈ ഒരുത്തിന് കാരണമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിണ്ടാതെ അവനവൻ്റെ കാര്യം നോക്കി പോയാൽ ഒരു കുഴപ്പമുണ്ട്. ഇന്നത്തെ കാലമാണ് സോഷ്യൽ മീഡിയയ്ക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു കാലമാണ് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, യു പിയും ബീഹാറിനേക്കാളും കഷ്ടമായിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഉദാഹരണത്തിന് ഖുർആൻ അരച്ച് കലക്കി കുടിച്ച് പഠിച്ച എന്നെ വളർത്തിയ എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ വാപ്പുമ്മ മരണം വരെയും പ്രസവിക്കുന്ന ഒരു ജീവിയുടെയും മാംസം ഭക്ഷിച്ചിരുന്നില്ല. അതായത് പ്രസവിക്കുന്ന മത്സ്യങ്ങൾ ആയ സ്രാവ്, തിരണ്ടി കൂടാതെ പെണ്ണാട്, പശുവിൻ മാംസം, എരുമയുടെ മാംസം ഇവ എന്നോട് വാപ്പുമ്മ പറഞ്ഞിരുന്നത് ഖുർആൻ അത് അനുവദിക്കുന്നില്ല എന്നാണ്. എനിക്ക് സത്യത്തിൽ ആ വിഷയത്തിൽ ഖുർആൻ എന്തു പറയുന്നു എന്ന് അറിയില്ല. അവർ എപ്പോഴും സ്വാത്വിക ഭക്ഷണങ്ങളും ചെറിയ മത്സ്യങ്ങളും ശീലിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണം ശീലിച്ചു പോന്ന എനിക്ക് വലിയ ജീവികളുടെ മാംസവും വലിയ മാംസങ്ങളും ഭയമാണ്. അതിനാൽ വെജിറ്റേറിയൻ ആവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഭക്ഷണം എന്നത് ശീലമാണ്. എന്നാൽ ഇതേ ഖുർആനൊക്കെ പഠിപ്പിച്ച എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പ്രസവിച്ച് കിടക്കുന്ന മൂത്ത ചേച്ചിക്ക് കൊടുക്കാൻ എൻ്റെ ഉമ്മ, എന്നെപ്പോലെ മോരും തൈരും മാത്രം കഴിക്കുന്ന എൻ്റെ ഉമ്മ, ഒരു ഭീമാകാരൻ സ്രാവിനെ വൃത്തിയാക്കുന്നു. പ്രസവിക്കുന്ന ജീവിയെ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീക്ക് പാലുണ്ടാക്കാൻ നൽകുന്നു. ഞാൻ ഉമ്മയോട് ചോദിച്ചപ്പോൾ എൻ്റെ പച്ചക്കറി ഉമ്മ ഒഴികെ അവിടെയുള്ള എല്ലാവരും സ്രാവിനെ കഴിക്കുമത്രേ. ഞാനൊന്നും മിണ്ടിയില്ല. ഖുർആൻ എന്ത് പറയുന്നു എന്ന് അത് പഠിക്കാത്ത എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഭക്ഷണം എന്നത് ശീലമാണ്. ഈ പ്രസവിക്കുന്ന ജീവികളെ ഖുർആൻ നിഷിദ്ധമാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പശുവിൻ മാംസം നിങ്ങൾ ശരിക്കും കഴിക്കാറുണ്ടോ? അതോ ഞങ്ങൾ സംഖ്യകളോടുള്ള വാശി കൊണ്ട് പറയുന്നതാണോ എന്ന് നല്ല ഭാഷയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിനായുള്ള ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ അറിവിൽ മെജോറിറ്റി മുസ്ലിംസും ബീഫ് എന്ന പേരിൽ പശു അല്ല പോത്തിറച്ചി ആണ് കഴിക്കുന്നത്. ഞാനൊരു കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. കാരണം ഇവർക്കൊന്നും ഇത് അറിയാത്തതുകൊണ്ടാണ്. കാരണം ഇത് അറിയണമെങ്കിൽ ഒരു കൊല്ലം 2 കൊല്ലം പോയിട്ട് ഒരു മാസം ഡൽഹിയിൽ പോയി നിങ്ങളൊന്ന് ജീവിക്കണം. ജീവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ഒരു ഗോത്രവർഗമാണ്. ഇവിടെ നമ്മൾ ബീഫ് കഴിക്കത്തില്ല എന്നൊക്കെ പറയുമല്ലോ, പശുവിൻ്റെ അവിടെ ഗോമാതാവെന്ന് പറയുന്ന ഒരു ഗോത്രം തന്നെ ഉണ്ട്. അവിടെ ആ ഗോമാതാവിനെ ആചരിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പലം പോലെ ഇത് തന്നെ അവർ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ഗോമാതാവിൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കഷ്ണം തിന്നണമെന്ന് പറയുമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ
ആ ഒരു നാട്ടിൽ ഗോമാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദൈവമാണ്. അപ്പം ആ ദൈവത്തെ ഈ പറഞ്ഞ പോലെ ഭക്ഷിക്കുന്നത് അവർക്ക് ഒട്ടും പിടിക്കത്തില്ല. അതാണ് സംഭവം. ഞാൻ 2.5 കൊല്ലം ഞാൻ ഡൽഹിയിൽ നിന്ന ആളാണ്. അവിടെ ഒരു മലയാളിക്കടയിൽ ബീഫ് വെച്ചതിൻ്റെ പേരിൽ ആ മലയാളിക്കട തല്ലി തകർത്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഷിയാസ് കരീം വിഷയത്തിൽ ഇതും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, കിതാബിൽ പറഞ്ഞിട്ടുള്ളതിനാൽ അയാൾ പന്നി മാംസം ഞാൻ കഴിക്കാറില്ല എന്നാണ്. ബീഫ് അഥവാ പശുവിൻ മാംസം കഴിക്കാത്ത എല്ലാവരും BJP ആവണമെന്നുണ്ടോ? പിന്നെ ഇയാളുടെ പേരിൽ ഇപ്പോൾ 2ാമത്തെ പീഡന കേസാണ്. കിതാബ് അനുസരിച്ച് മാത്രമാണോ അപ്പോൾ ഇയാൾ ജീവിക്കുന്നത്? അവിടെ BJPയുടെയൊക്കെ പേര് എടുത്തിടേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം അനാവശ്യമായിട്ട് BJPയുടെ പേര് വലിച്ചിട്ടാണ്. മനഃപൂർവ്വം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വർഗീയത ഉണ്ടാകുന്ന രീതിയാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. അല്ലാതെ ഷിയാസ് കരീം ചെയ്തത് നല്ലതാണ്, ഷിയാസ് കരീം ചെയ്തത് മോശമാണെന്നൊന്നുമല്ല. അവിടെ BJPയുടെ പേര് എടുത്തിടേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം അത് കണ്ട് കുരു പൊട്ടാനായിട്ട് കുറേ വർഗീയവാദികൾ ഇങ്ങനെ ഓരോ ആളുകളുടെ വായിൽ എന്തൊക്കെ വീഴുന്നത് കാത്തിരിക്കുന്ന കുറേ ടീംസുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആഘോഷിക്കാൻ ഇട്ടുവിട്ടൊരു സംഭവമാണ്. അത് ഈ വിഡ്ഢി മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇയാൾ എൻ്റെ സുഹൃത്തല്ല. സ്റ്റാർ മാജിക് ഷോയിൽ ഇയാൾ വരുമ്പോൾ എനിക്ക് ഇയാളെ അറിയില്ല. ഇയാൾ എത്തിയ സമയത്ത് ഞാൻ 4 വർഷം ചെയ്ത ഷോ ഞാൻ മതിയാക്കിയിരുന്നു. പറഞ്ഞു വന്നത് ജാതിയും മതവും ഭക്ഷണശീലവും രാഷ്ട്രീയവും സൗഹൃദവും ഒക്കെ വ്യക്തിപരമായ ചോയ്സാണ്. അതിനെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മതം ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, മതം എന്തായാലും മനുഷ്യൻ നന്നായാലും മതി, നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു സന്തോഷമായി ഇരിക്കൂ, സ്നേഹം, ലക്ഷ്മിപ്രിയ. അപ്പം ലക്ഷ്മിപ്രിയ ഷിയാസിനെ വലിച്ചു കീറി അങ്ങ് ബഹിരാകാശത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായം ഉറപ്പായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.